Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്ന question number 1910. Remove all occurrences of a substring. Given two strings S and part, perform the following operation on S until all occurrences of the substring part are removed. Find the leftmost occurrence of the substring part and remove it from S. Return S after removing all occurrences of part. A substring is a contiguous sequence of characters in a string. അതായത് നമുക്ക് ഇങ്ങനൊരു സ്ട്രിങ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പാർട്ട് എ ബി സി തന്നിട്ടുണ്ട്. ഈ പാർട്ട് എന്ന് പറഞ്ഞ ഒരു സബ്സ്ട്രിങ് ആണ് ഈ സ്ട്രിങ്ങിനകത്തുള്ള. ഈ സബ്സ്ട്രിങ്ങിന്റെ ലെഫ്റ്റ് മോസ്റ്റ് occurrence ഓഫ് ദിസ് സബ്സ്ട്രിങ് ഇൻ ദിസ് പർട്ടിക്കുലർ സ്ട്രിങ് ഹാസ് ടു ബി റിമൂവ്ഡ് iteratively to receive a string which does not have the substring at all. അതായത് ഈ പർട്ടിക്കുലറിനകത്ത് ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് occurrence ഓഫ് ദിസ് പർട്ടിക്കുലർ സബ്സ്ട്രിങ് ഇതാണ്. ഇത് കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഈ സ്ട്രിങ് കിട്ടുന്നു. അത് കട്ട് ചെയ്തു ഡി എ ബി സി എസ് സി ജി. അതിനകത്ത് ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് occurrence ഓഫ് അഗെയിൻ ദിസ് സെയിം സബ്സ്ട്രിങ് ഇതാണ്. ഇത് കട്ട് ചെയ്യുന്നു. അത് കട്ട് ചെയ്യുമ്പോൾ ഡി എ ബി സി ഇങ്ങനെ കിട്ടുന്നു. അതിനകത്ത് ലെഫ്റ്റ് മോസ്റ്റ് occurence ഓഫ് ദിസ് സെയിം സബ്സ്ട്രിങ് ഇതാണ് ഇ എ ബി സി. അത് കട്ട് ചെയ്താണ് നമുക്ക് ഡാബ് എന്ന് പറഞ്ഞ ഈ ഒരു റിസൾട്ട് കിട്ടുന്നു. ഈ റിസൾട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ബിൽഡ് ഇൻ മെത്തേഡ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് സ്റ്റാക്ക് പോയി ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ മെത്തേഡ് KMP അൽഗോരിതം. അത് വെരി ഹാർഡാണ്. അത് നമുക്ക് വേറെ ഫ്യൂച്ചർ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ KMP എന്ന് പറഞ്ഞാൽ നട്ട് മോറിസ് പ്രാറ്റ് അൽഗോരിതം. അത് കുറച്ച് ടഫാണ്, ഡിഫിക്കൽട്ടാണ്. അത് യൂസ് ചെയ്യുന്നത് ലോങ്ങസ്റ്റ് പ്രിഫിക്സ് സഫിക്സ് എന്ന് പറഞ്ഞൊരു ലോജിക്ക് ഉപയോഗിച്ച് നമ്മളൊരു എക്സ്ട്രാ അറേ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ലോങ്ങസ്റ്റ് പ്രിഫിക്സ് സഫിക്സിൻ്റെ പാറ്റേൺ അതിനകത്ത് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ റെപ്പിറ്റേറ്റീവ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മളത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ നമുക്കത് ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ബിൽഡിംഗ് മെത്തേഡ്സ് ചെയ്യാൻ പോകുന്നു, പിന്നെ സ്റ്റാക്ക് പോയി ചെയ്യാൻ പോകുന്നു. ഈ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചുകൂടെ ഫ്യൂച്ചർ ദിവസം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ പർട്ടിക്കുലർ മെത്തേഡ് എങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് ബിൽഡിൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 മെത്തേഡ്സ് പഠിക്കണം. C++നകത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. C++നകത്തുള്ള മെത്തേഡ് ഒരെണ്ണം ഫൈൻഡ് മെത്തേഡ്, പിന്നെ സബ്സ്ട്രിങ് മെത്തേഡ്, പിന്നെ ഇറേസ് മെത്തേഡ്. ഇത് 3 സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ എന്താണ് ഫൈൻഡ് മെത്തേഡ്? ഫൈൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് മെത്തേഡിനകത്ത് ഒരു സബ്സ്ട്രിങ് നമ്മൾ ഈ ബ്രാക്കറ്റ്സിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ S.find ഒരു സബ്സ്ട്രിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സബ്സ്ട്രിങ് ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സബ്സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും ഫൈൻഡ്. അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രിങ് ഡോട്ട് എൻപോസ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഈ സ്ട്രിങ് ഡോട്ട് എൻപോസ് എന്ന് പറയുന്നത് ഒരു നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞൊരു റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അതിൻ്റെ ആക്ച്വൽ വാല്യൂ ഒരു വളരെ ബിഗ് ഇൻറ്റിജർ അല്ല, അൺസൈൻഡ് ഇൻറ്റിജർ ആണ്. അതായത് ഒരു ലോങ് ടൈപ്പ് ഓഫ് അൺസൈൻഡ് ഇൻറ്റിജർ ആയിരിക്കും സ്ട്രിങ് എൻപോസിൻ്റെ ആക്ച്വൽ വാല്യൂ. അപ്പോൾ ഇത് വലിയൊരു വാല്യൂ റിട്ടേൺ ചെയ്യും എൻപോ, അഥവാ ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്ത ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത സബ്സ്ട്രിങ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പം ആ കൈൻഡ് ഓഫ് വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പാണ് സൈസ് ടി എന്ന് പറയുന്നത്. സൈസ് ടി അൺസൈൻഡ് ഇൻറ്റിജർ ആണ്. അൺസൈൻഡിൻ്റെ ഒരു മാക്സിമം, അതായത് വലിയൊരു വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്യുന്നത് അറേ ഇൻഡെക്സസിനും അറേയുടെ ലെങ്തിനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പാണ് സൈസ് ടി. അപ്പോൾ നമുക്ക് S.find എന്ന് പറഞ്ഞ പർട്ടിക്കുലർ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂസ് നമുക്ക് സൈസ് ടി എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ഇടാം. കാര്യം ഒരിക്കലും അത് എറർ വരത്തില്ല. കാര്യം ഇൻഡെക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ സ്ട്രിങ് ഡോട്ട് എൻപോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഡിന് ഓവർഫ്ലോ ആയി പോകും. അപ്പോൾ സൈസ് ടി എന്ന് പറഞ്ഞ വാല്യൂ ആണ് S.findൻ്റെ ആൻസർ ഡാറ്റ ടൈപ്പിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തോളും. പിന്നെ .substring എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ് ഉണ്ട്. ഈ സബ്സ്ട്രിങ്ങിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒരെണ്ണം നമുക്ക് 0,2 എന്നിട്ട് കഴിഞ്ഞാൽ 0 to 2 വരെയുള്ള എല്ലാ വാല്യൂസും കട്ട് ചെയ്തെടുത്തിട്ട് അത് റിട്ടേൺ ചെയ്യും സബ്സ്ട്രിങ്. അപ്പോൾ ഇത് ഈ 0 to 2 വരെ എന്ന് പറയുമ്പം 2 എക്സ്ക്ലൂഡ് ആണ്. 0 to 1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും കട്ട് ചെയ്തെടുക്കുക. അഥവാ നമ്മൾ ഇതിനകത്ത് 0, അതായത് കോമയായിട്ട് 2 വാല്യൂ ഇടാതെ ഒറ്റ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 4 ഇട്ട് കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് 6 ആണെങ്കിൽ 4 to 6 വരെയുള്ള എല്ലാ എലമെൻറ്റും കട്ട് ചെയ്ത് ഈ സബ്സ്ട്രിങ് റിട്ടേൺ ചെയ്യും. അപ്പോൾ അത്രയുള്ള പരിപാടി. പിന്നെ ഇറേസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറേസ് മെത്തേഡിനകത്ത് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ ഫോർ എക്സാമ്പിൾ 4 ആണെന്ന് ഇട്ട് കൊടുക്കുന്നത് വെച്ചോ, 4,3 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 ഉൾപ്പെടെ 3 വാല്യൂസ് കട്ട് ചെയ്ത് കളയുക. അതായത് 4, 5, 6 ഈ 3 വാല്യൂയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. അതായിരിക്കും ഇറേസ് ചെയ്യുന്നത്. അപ്പം 3,1 എന്നിട്ട് കഴിഞ്ഞാൽ 3 ഉൾപ്പെടെ 1 വാല്യൂസ്, അതായത് 3 മാത്രം, തേർഡ് ഇൻഡെക്സിലുള്ള എലമെൻറ്റ് മാത്രം കട്ട് ചെയ്ത് കളയും. അപ്പോൾ എത്ര വാല്യൂസ് കട്ട് ചെയ്ത് കളയണമെന്ന് രണ്ടാമത്തെ പാരാമീറ്റർ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നു. ഫസ്റ്റ് പാരാമീറ്റർ എവിടെ തൊട്ട് കട്ട് ചെയ്യണമെന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇറേസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈ 3 മെത്തേഡ് ഉപയോഗിച്ച് ബിൽഡിൻ
ഫങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബിൽഡിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് സബ്സ്ട്രിങ് ഉപയോഗിച്ച് ചെയ്യാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇറേസ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സബ്സ്ട്രിങ് യൂസ് ചെയ്യണോ ഇറേസ് യൂസ് ചെയ്യണോ നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ആദ്യം സബ്സ്ട്രിങ് യൂസ് ചെയ്ത് എങ്ങനെ ആദ്യം ഇറേസ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചുതരാം. നമ്മൾ ലോജിക്ക് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോജിക്ക് എന്താണ് നമ്മൾ ലോജിക്ക് എന്ന് പറയുന്നത് സ്ട്രിങ്ങിനകത്ത് പർട്ടിക്കുലർ പാർട്ട് ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ട് കട്ട് ചെയ്ത് കളയുന്നു, പിന്നെയും നോക്കുന്നു, പിന്നെയും കട്ട് ചെയ്ത് കളയുന്നു, പിന്നെയും നോക്കുന്നു, പിന്നെയും കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ നമ്മളെ സ്ട്രിങ് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ സ്ട്രിങ് 0 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രിങ് 0 ആവാത്തടത്തോളം കാലമാണ് ലൂപ്പ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ എസ് ഡോട്ട് ലെങ്ത് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ദെൻ എസ് ഡോട്ട് ഫൈൻഡ് പറഞ്ഞ മെത്തേഡാണ് ഫൈൻഡ് പാർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് റിട്ടേൺ ആവും. ഫസ്റ്റ് ഇൻഡെക്സ് പാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ആവുന്നത് സ്ട്രിങ് ഡോട്ട് എൻപോസ് ആയിരിക്കും റിട്ടേൺ ആവുന്നത്. സ്ട്രിങ് ഡോട്ട് എൻപോസ് അല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. സ്ട്രിങ് ഡോട്ട് എൻപോസ് വന്നു കഴിഞ്ഞാൽ ലൂപ്പിംഗ് ഓടി ഇറങ്ങും. സ്ട്രിങ് ഡോട്ട് എൻപോസ് അല്ല എന്നുണ്ടെങ്കിൽ അകത്ത് കയറി ഇറേസ് ചെയ്യാം. എസ് ഡോട്ട് ഇറേസ് ഞാൻ പറഞ്ഞു എവിടെ തൊട്ട് ഇറേസ് ചെയ്യണം, നമുക്ക് പാർട്ടിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സോട് ഇറേസ് ചെയ്യണം. അപ്പോൾ എസ് ഡോട്ട് ഫൈൻഡ് പാർട്ട് ഫസ്റ്റ് ഇൻഡെക്സ് ഇടണം. എത്ര നമ്പർ ഇറേസ് ചെയ്യണം, പാർട്ട് ഡോട്ട് ലെങ്ത് ആയിരിക്കും അതിൻ്റെ എത്ര നമ്പർ ഇറേസ് ചെയ്യണം എന്നുള്ളത്. കാര്യം പാർട്ടിലെ കട്ട് ചെയ്യണം. അപ്പോൾ പാർട്ട് ഡോട്ട് എന്നിട്ട് ഇവിടെ എസ്. ഇതാണ് ഫസ്റ്റ് സൊല്യൂഷൻ ബിൽഡിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. നമുക്ക് ഇത് തന്നെ വേറൊരു ഇത് ചെയ്യാം. ഈ ഇറേസിന് പകരം സബ്സ്ട്രിങ് ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇറേസിന് പകരം സബ്സ്ട്രിങ് വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം വൈൽ എസ് ഡോട്ട് ഫൈൻഡ് പാർട്ട് നോട്ട് ഈക്വൽ ടു സ്ട്രിങ് ഓഫ് എൻപോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എസ് ഡോട്ട് അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈസ് ടി ഞാൻ പറഞ്ഞ ഡേറ്റ ടൈപ്പ് സൈസ് ടി ഫസ്റ്റ് ഇൻഡെക്സ് അങ്ങനെ എഴുതണ്ട. ഫസ്റ്റ് പാർട്ട് വലുതായി ഫസ്റ്റ് പാർട്ട് ഇൻഡെക്സ് FPI എന്ന് എഴുതും. അങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് ഇൻഡെക്സ് FPI. ഓക്കെ ഫസ്റ്റ് PI ഫസ്റ്റ് പാർട്ട് ഇൻഡെക്സ് അതായത് പാർട്ടിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് ഫൈൻഡ് പാർട്ട്. ഓക്കെ സ്റ്റോർ ചെയ്തു. ഇത് നമുക്ക് ചെയ്യേണ്ടത് ആ സ്ട്രിങ്ങിൽ നിന്ന് കട്ടി തള്ളാൻ ഇറേസിന് യൂസ് ചെയ്യാം. ഇറേസ് യൂസ് ചെയ്യില്ലെങ്കിൽ സബ്സ്ട്രിങ് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ സബ്സ്ട്രിങ് എങ്ങനെ യൂസ് ചെയ്യാം, അയ്യോ നടുവിനെടുക്കും ഇവിടെ എസ് ഡോട്ട് ഞാൻ മറ്റേ രീതിയിൽ ലെങ്ത് നോട്ട് ഈക്വൽ ടു എഴുതേണ്ട ആവശ്യമുണ്ടോ, അവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ, എഴുതേണ്ട ആവശ്യമില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയല്ല, നമ്മൾ സബ്സ്ട്രിങ് വെച്ച് കൺകാറ്റിനേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സബ്സ്ട്രിങ് കൺകാറ്റിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എസ് ഈക്വൽ ടു എസ് ഡോട്ട് സബ്സ്ട്രിങ്. ഞാൻ സബ്സ്ട്രിങ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. അതെന്താ ചെയ്യുന്നത്, നമുക്ക് രണ്ട് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് അവിടെ വരെയുള്ള കട്ട് ചെയ്ത് എസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എവിടെ നിന്നിട്ട് അവിടെ വരെ കട്ട് ചെയ്യണം, 0 to പാർട്ടിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സോടെ കട്ട് ചെയ്താൽ നമുക്ക് പാർട്ടിന് മുമ്പുള്ള വാല്യൂസ് കിട്ടും. പാർട്ടിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് തൊട്ട് അവസാനം വരെയുള്ള സംഭവം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വരെയുള്ളത് കിട്ടും. ആ രണ്ടും കൂടെ കൺകാറ്റിന് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് കട്ടായി പോകും. അപ്പം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാർട്ടിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 0 to പാർട്ട് കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞ ശേഷം പ്ലസ് എസ് ഡോട്ട് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞു പാർട്ട് വരെ കിട്ടി. ഇനിയും പാർട്ടിൻ്റെ അവസാന ഇൻഡെക്സ് തൊട്ട് ലാസ്റ്റ് ഇൻഡെക്സ് വരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് പാർട്ട് കിട്ടും, പാർട്ടല്ലാത്ത. അതെടുത്ത് ഇതിൽ കൺകാറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെടുത്തുള്ള പാർട്ട് എന്തായാലും കട്ടായിപ്പോൾ. അപ്പോൾ നമുക്ക് പാർട്ടിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് തൊട്ട് അവസാനം വരെ കട്ട് ചെയ്യണം. അപ്പോൾ പാർട്ടിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പാർട്ടിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് പ്ലസ് പാർട്ട് ഓഫ് ലെങ്ത് ആയിരിക്കും. അപ്പം നമുക്ക് അതാണ് ചെയ്യേണ്ടത്. ഇപ്പം ഫസ്റ്റ് PI പ്ലസ് പാർട്ട് ഡോട്ട് ലെങ്ത് ഇതായിരിക്കും എൻ്റെ ഇത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്ത് കൺകാറ്റിനേറ്റ് ചെയ്തതിനു ശേഷം ലൈൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ റിട്ടേൺ. ഓക്കെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സ്റ്റാക്ക് വെച്ച്
ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യുന്നതിനാണ് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാക്ക് വെച്ച് ചെയ്യാൻ നോക്കാം. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n²) ആണ്, പക്ഷേ സ്റ്റാക്കിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n×m) ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അതിനകത്ത് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. പ്ലേറ്റ് അടുക്കി വെച്ചിരിക്കുന്നുള്ള ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്സ്. അപ്പം അതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്, നമുക്കൊരു പാർട്ട് ബി സി തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ സ്ട്രിങ്ങിലുള്ള ഈ എലമെൻ്റ് എടുത്ത് സ്റ്റാക്കിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. എ ഇൻപുട്ട് ചെയ്യുന്നു, പിന്നെ ബി ഇൻപുട്ട് ചെയ്യുന്നു, പിന്നെ സി ഇൻപുട്ട് ചെയ്യുന്നു. അഥവാ നമ്മുടെ ടോപ്പ് സി ആണെങ്കിൽ ആൻഡ് ദാറ്റ് ഫസ്റ്റ് കണ്ടീഷൻ ഈസ്, അഥവാ നമ്മുടെ ടോപ്പ് സി ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്റ്റാക്കിൻ്റെ ലെങ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഈ പാർട്ട് ലെങ്ത് ആണെങ്കിൽ നമ്മളൊരു കണ്ടീഷനിൽ പോകും. ചെക്ക് മാച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെർച്ച് ചെയ്ത് പോകും. എന്താണ് സംഭവം? അതായത് നമുക്ക് ഈ സ്റ്റാക്കിൽ നമ്മൾ ഈ സ്ട്രിങ്ങിൻ്റെ ഈ എലമെൻ്റ് ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോൾ സ്ട്രിങ്ങിൻ്റെ ഈ സ്റ്റാക്കിൻ്റെ ലെങ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ നമ്മുടെ ഈ പാർട്ട് ലെങ്ത്ത് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പാർട്ട്. മാത്രമല്ല ആ സ്റ്റാക്കിൻ്റെ ടോപ്പ് എലമെൻറ്റ് ഈ പാർട്ടിൻ്റെ ലാസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ രണ്ട് കണ്ടീഷനും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും. എന്ത് ചെയ്യും? മുകളിൽ ഈ പർട്ടിക്കുലർ സബ് സ്ട്രിങ് ഈ സ്റ്റാക്കിൻ്റെ തണ്ടോ ചെക്ക് ചെയ്യും. ആ ചെക്കിങ് കണ്ടീഷൻ ഇങ്ങനെ വർക്കാവാൻ നോക്കാം. അതിന് നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റാക്ക് കൊടുക്കും, പിന്നെ സബ് സ്ട്രിങ് കൊടുക്കും, പിന്നെ അപ്പോൾ അതിൻ്റെ ലെങ്ത് കൊടുക്കും, സബ് സ്ട്രിങ് ലെങ്ത്, അതായത് പാർട്ടിൻ്റെ ലെങ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഐട്രേറ്റീവ്ലി നോക്കും ഇത് ഈ സ്ട്രിങ്ങിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോപ്പ് ചെയ്ത് കളയും, ഇതും പോപ്പ് ചെയ്ത് കളയും. ഇത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും ഈ കണ്ടീഷൻ റിട്ടേൺ ചെയ്യുക. അതായത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഈ പർട്ടിക്കുലർ ഹെൽപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അഥവാ ഇതാണ് ഏറ്റവും ലാസ്റ്റ്, അതായത് ഈ ഒരു സബ് സ്ട്രിങ്ങിനകത്ത് ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് ട്രൂ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് പോപ്പ് ചെയ്ത് കളയും, ഈ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് കളയും. പിന്നെ അടുത്ത് അതിൻ്റെ റെസ്റ്റ് ഓഫ് എലമെൻ്റ് ഇടും, പിന്നെ അതേപോലെ തന്നെ പിന്നെയും നോക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ അതിനെ പറഞ്ഞു, ഫസ്റ്റ് നമുക്കൊരു സ്റ്റാക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. സ്റ്റാക്ക് ഓഫ് ക്യാരക്ടേഴ്സ്. അടുത്തത് നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും പാർട്ടിൻ്റെ ലെങ്ത്തും ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്തത് പാർട്ട് ലെങ്ത്ത്. അടുത്ത് നമ്മളൊരു ഫോർ ലൂപ്പ് ഇടുന്നു. സ്ട്രിങ് ലെങ്ത് വരെ പോകുന്ന ഫോർ ലൂപ്പാണ്. പിന്നെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഈച്ച് ക്യാരക്ടർ ഓഫ് ദ സ്ട്രിങ്ങിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ st ഡോട്ട് പുഷ് s ഓഫ് ഇൻഡെക്സ് I. അടുത്ത എന്താണ്? പുഷ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോക്കണം ഈ സ്റ്റാക്കിൻ്റെ അവസാനത്തെ എലമെൻറ്റ് പാർട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ എലമെൻ്റ് ആണോ, ആൻഡ് അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ പാർട്ട് ലെങ്ത്. അപ്പോൾ നോക്കാം. ഇഫ് st ഡോട്ട് സൈസ്, അത് സ്റ്റാക്കിൻ്റെ സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പാർട്ട് ലെങ്ത് ആൻഡ് st ഡോട്ട് ടോപ്പ്, അതായത് ഏറ്റവും മുകളിലത്തെ എലമെൻറ്റ് സ്റ്റാക്കിനകത്തുള്ള ഈസ് ഈക്വൽ ടു പാർട്ട് ഓഫ് പാർട്ട് ലെങ്ത് -1, അതായത് പാർട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ എലമെൻറ്റ് ആണ് ഈ സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ആ പർട്ടിക്കുലർ സബ് സ്ട്രിങ്, അതായത് ആ പർട്ടിക്കുലർ പാർട്ട് ആ സ്ട്രിങ്ങിനുണ്ടോ ഇല്ല. അപ്പോൾ ചെക്കിനകത്ത് എന്തൊക്കെ നമ്മൾ കൊടുക്കും? ചെക്കിനകത്ത് നമ്മൾ സ്റ്റാക്ക് കൊടുക്കും, പാർട്ട് കൊടുക്കും,
എപ്പോഴും തുടങ്ങും പാർട്ടിൻ്റെ ലെങ്ത് തുടങ്ങും. ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ നമുക്കൊരു ബൂളിനായി റിട്ടേൺ ചെയ്യുന്നത്, അതായത് ട്രൂ ഓർ ഫോൾസ്. അതായത് ഈ പർട്ടിക്കുലർ സബ്സ്ട്രിങ്ങിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൂ, അല്ലെന്നുണ്ടെങ്കിൽ ഫോൾസ്. അപ്പം നമുക്ക് ആ ഒരു ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പ്രൈവറ്റ് ആക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടുന്ന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പുറത്ത് വേറെ ക്ലാസ്സിന് പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടി പ്രൈവറ്റ് ആക്കുന്നു. ബൂൾ ചെക്ക് അതിനാണ് നമുക്ക് എല്ലാം പാസ് ബൈ റെഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാക്ക്, അപ്പം സ്റ്റാക്ക് ചാർ ആൻഡ് പാസ് ബൈ റെഫറൻസ് സ്റ്റാക്ക്, പിന്നെ പാർട്ടും പാസ് ബൈ റെഫറൻസ് ആയിക്കോട്ടെ. ആൻഡ് പാർട്ട് അടുത്തെന്താണ് പാർട്ട് ലെങ്ത്, അത് എന്നിട്ട് പാർട്ട് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒരു ടെമ്പററി സ്റ്റാക്കിനകത്ത് കറണ്ട് സ്റ്റാക്ക് കോപ്പി ചെയ്താം. അപ്പോൾ സ്റ്റാക്ക് temp നമ്മൾ ചെക്ക് ചെയ്യും. നമുക്ക് എന്ത് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ പർട്ടിക്കുലർ പാർട്ട് ആ സ്റ്റാക്കിനകത്ത് ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യും, ഫോർ ലൂപ്പ് ഇടുന്നു, ഇൻറ്റ് i ഈസ് ഈക്വൽ ടു നമ്മൾ പാർട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ എലമെൻ്റ് തൊട്ടായിരിക്കും ബാക്ക് ഫ്രണ്ടിലേക്ക് വരുന്നത്. അതായത് പാർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇൻഡെക്സ് തൊട്ട് ഫസ്റ്റ് ഇൻഡെക്സ് വരെ വരുന്നു. അപ്പോൾ കാര്യം അതെന്തിനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കാര്യം ഈ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിവേഴ്സ് ഓർഡറിലായിരിക്കും. കാര്യം സ്റ്റാക്ക് ആദ്യം സ്റ്റോർ ചെയ്യുന്ന ഏറ്റവും താഴെ പോകും, പിന്നെ അടുത്ത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ മുകളിൽ വരും. അപ്പോൾ സ്റ്റാക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ എലമെൻ്റ് എന്തായിരിക്കും, ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് റിവേഴ്സ് ഓർഡറിലാണ് സ്റ്റാക്കിൽ സ്റ്റോർ ആയി കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാർട്ടിൻ്റെ അവസാനത്തെ എലമെൻ്റ് ആയിരിക്കും ആദ്യം കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ L-1 അല്ലേ, L എന്ന് പറഞ്ഞാൽ പാർട്ട് ലെങ്ത് ആണ്, പാർട്ട് ലെങ്ത് -1. അടുത്തത് I greater than or equal to 0, I minus minus. അടുത്തത് നമുക്ക് ഇതിനകത്ത് റിട്ടേൺ എന്ത് ചെയ്യണം, ഫാൾസ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഫാൾസ് റിട്ടേൺ അഥവാ ആ സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ, ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇഫ് temp ഡോട്ട് ടോപ്പ് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നോട്ട് ഈക്വൽ ടു നമ്മുടെ പാർട്ട് ഓഫ് ഐ അല്ലേ, ഏറ്റവും മുകളിലത്തെ ടോപ്പിൽ അതല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫാൾസ്. പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ ഇത് വരത്തുള്ളൂ ഓൾറെഡി. അപ്പോൾ നമുക്ക് അത് രണ്ടാമത് ചെയ്യായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അത് നടന്നോട്ടെ. അല്ലെങ്കിൽ അപ്പോൾ അതായത് ഏറ്റവും മുകളിലത്തെ എലമെൻറ്റ് പാർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആണോ നോക്കും. അല്ലാത്ത നിമിഷം അല്ലെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ റിട്ടേൺ ഫോൾസ് ചെയ്യും. എന്നിട്ട് ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ പോപ്പ് ചെയ്ത് പോകുന്നത്, പോപ്പ് ചെയ്യുന്നു, പിന്നെ ചെക്ക് ചെയ്യുന്നു, പോപ്പ് ചെയ്യുന്നു, പിന്നെ ചെക്ക് ചെയ്യുന്നു. പോപ്പ് ചെയ്യുമ്പോൾ മുകളിലത്തെ എലമെൻറ്റ് പോപ്പായി പോകുന്നു, അടുത്ത എലമെൻറ്റ് ചെക്ക് ചെയ്യും, പിന്നെയും പോപ്പ് ചെയ്യും, മുകളിലത്തെ എലമെൻറ്റ് പോപ്പായി പോകുന്നു, അടുത്ത എലമെൻറ്റ് ചെക്ക് ചെയ്യും. അങ്ങനെ എപ്പോഴെങ്കിലും പാർട്ടിൻ്റെ ആ കറണ്ട് എലമെൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ റിട്ടേൺ ഫോൾസ് ചെയ്യുന്നു. അഥവാ ഈ ഫോർ ലൂപ്പിന് പുറത്തു കഴിഞ്ഞാൽ റിട്ടേൺ ടു. നമുക്കിവിടെ കിട്ടി, അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ചെക്ക് നമുക്ക് തരുന്നു ഈ പർട്ടിക്കുലർ പാർട്ട് ഈ സ്റ്റാക്കിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് തരുന്നു. അതാണ് നമുക്ക് ഈ ചെക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ചെക്കിന് ഇങ്ങനെ എടുക്കാതെ നമുക്ക് ഈ കണ്ടീഷനിൽ തന്നെ എടുത്ത് ചെക്ക് ഇടാം. അതായത് ഇപ്പം പാർട്ട് ലേറ്റർ ടു പാർട്ട് ലെങ്ത് ആൻഡ് ടോപ്പ് ഈസിക്കൽ ടു പാർട്ട് വന്നു കഴിഞ്ഞു. ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ അടുത്ത കണ്ടീഷൻ വർക്കാത്തുള്ളൂ. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ അടുത്ത കണ്ടീഷനിലേക്ക് പോകുന്നു. ആ കണ്ടീഷൻ ഇതാണ്. അതും ട്രൂ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് പോകും. ഓക്കെ, അതായത് ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഇഫ് വർക്ക് ആവില്ല, ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഇഫ് വർക്ക് ആവില്ല, ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഇഫ്. പക്ഷേ ആദ്യം ചെക്ക് ചെയ്യുന്ന ഈ കണ്ടീഷൻ ആയിരിക്കും. അത് ട്രൂ ആണെങ്കിൽ ഇതിലേക്ക് പോകും, അത് ട്രൂ ആണെങ്കിൽ ഇതിലേക്ക് പോകും. ഇപ്പോൾ അതും ട്രൂ ആണെങ്കിൽ ഇഫിനകത്ത് വരുന്നു.
അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ആ പർട്ടിക്കുലർ സ്റ്റാക്കിനകത്ത് നമുക്ക് വേണ്ട പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ പാർട്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനെ റിമൂവ് ചെയ്യും. നമുക്ക് ഒരു ഫോറിൽ പോകണം. ഫോർ ഇൻറ്റ് ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പാർട്ട് ലൈൻ. നമ്മൾ പാർട്ട് റിമൂവ് ചെയ്യണം. ജെ പ്ലസ് പ്ലസ് st stack dot pop. ഓക്കെ, അപ്പോൾ എന്താണത്, പാർട്ടിൻ്റെ ലെങ്ത്ത് ആ സ്റ്റാക്കിൽ നിന്ന് അത്രയും തവണ പോപ്പ് ചെയ്ത് കളയും. കാര്യം ഏറ്റവും മുകളിൽ തന്നെ മനസ്സിലായി, നമുക്ക് ആ പർട്ടിക്കുലർ പാർട്ട് ആ സ്ട്രിങ്ങിലുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ആ സ്റ്റാക്കിൽ നിന്ന് പർട്ടിക്കുലർ പാർട്ട് ആ സ്റ്റാക്കിലുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ആ സ്റ്റാക്കിൽ നിന്ന് ആ പാർട്ടിൻ്റെ അത്രയും ലെങ്ത്ത് പോപ്പ് ചെയ്ത് കളയുന്നു. അതിനുശേഷം നമ്മൾ ഫോർ ലൂപ്പിന് വെളിയിൽ വരുന്നു. റിട്ടേൺ അല്ല, റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന സ്റ്റാക്ക് നമ്മളൊരു സ്ട്രിങ് ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ട്രിങ് ആണ് നമ്മുടെ റിട്ടേൺ ടൈപ്പ്. അപ്പോൾ നമുക്ക് സ്റ്റാക്കിനകത്തുള്ള എലമെന്റ്സ് എടുത്ത് സ്ട്രിങ്ങിലാക്കണം. സ്ട്രിങ് ഈസ് ഈക്വൽ ടു ആദ്യം എംപ്റ്റി സ്ട്രിങ് കൊടുക്കാം. എന്നിട്ട് while st not ആദ്യം not st dot empty not st dot empty ആണെന്നുണ്ടെങ്കിൽ നമ്മൾ st dot top അല്ല ans equal to st dot top plus ans. എന്താ സംഭവം, st dot top plus ans ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്, നമുക്ക് റിവേഴ്സ് ഓർഡറിൽ കിട്ടും. ans പ്ലസ് st dot ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സ്റ്റാക്കിൽ കിടക്കുന്ന ഓർഡറിൽ കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ സ്റ്റാക്കിൽ കിടക്കുന്നത് റിവേഴ്സ് ഓർഡറിലാണ്. അപ്പം നമുക്ക് കിട്ടുന്ന സാധനം റിവേഴ്സ് ഓർഡറിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൻസറിൽ ആ സ്റ്റാക്കിനകത്തുള്ള സാധനം റിവേഴ്സ് ഓർഡർ, അതായത് നമുക്ക് വേണ്ട ഓർഡറിൽ വരുന്നു, അത് സ്റ്റാക്കിൽ ആൻസറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ANS പ്ലസ് സ്റ്റാക്ക് ടോപ്പ് ഇട്ടിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ റിവേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാം. അതിനെക്കാട്ടി നല്ലത് ഇത് ഇടുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ റിവേഴ്സ് ചെയ്യുന്നതാണ്, കിട്ടുന്ന അതിൻ്റെ റിവേഴ്സായി സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് ഇവിടെ st ഡോട്ട് പോപ്പ് ചെയ്തു. അടുത്തത് നമുക്ക് ഇപ്പോൾ സ്ട്രിങ്ങിനകത്ത് അത് സ്റ്റോർ ആയി കഴിയും. ഇനി ഈ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇതിനെ പുറത്തല്ലേ, പുറത്ത് ഇവിടെ ഓക്കെ, നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്ത് നോക്കാം. ദൈവമേ കാത്തോണേ. ലോ ആണല്ലോ ഇത് സംഭവം, വരാൻ ചാൻസ് ഇല്ല. കുറച്ചുകൂടെ സ്പീഡ് വരേണ്ടതാണ്. എന്തായാലും ഇത് കറക്റ്റാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്, പിന്നെ വേറെ മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താ ഉള്ളത്, നമുക്ക് വേറെ മെത്തേഡ് എന്ന് പറയുന്നത് മറ്റേ KMP നോട്ട് മോറിസ് പ്രാറ്റ് അൽഗോരിതം. അത് കുറച്ച് ടഫാണ്, കുറച്ചല്ല നല്ല ടഫാണ്. അപ്പോൾ അത് വേറൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഈ